നമസ്കാരം. വീണയ്ക്ക് വിലങ്ങു വീഴാൻ മണിക്കൂറുകൾ മാത്രം. അടിമ സഖാക്കൾ തെരുവിലിറങ്ങിയാലും വീണ അകത്താകും. വീണ അകത്താകും എന്നതിന് ഉറപ്പ് തന്നെയാണ് കാര്യം. പക്ഷേ വീണയ്ക്ക് മുമ്പിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ വീണയ്ക്ക് വരുന്ന ബുധനാഴ്ച ഇഡിക്ക് മുന്നിലെത്തി ചോദ്യം ചെയ്യലിന് ഒടുവിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോവുക. അതല്ലെങ്കിൽ ഇല്ലാത്ത രോഗം പറഞ്ഞ് വീണ്ടും അവധി ചോദിക്കുക. അതുമല്ലെങ്കിൽ ദുബായിലേക്കോ മറ്റോ ഒളിച്ചു പോവുക. എന്തായാലും പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും അടുത്ത ആഴ്ച കഷ്ടവും നഷ്ടവും ചെറുതായിരിക്കില്ല. ഇഡി തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യാവലിക്കും മേശപ്പുറത്ത് വയ്ക്കുന്ന തെളിവുകൾക്ക് മുന്നിൽ വീണ വിജയന് പിടിച്ചു നിൽക്കാനാവില്ല. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ നിയമത്തിന് കീഴിൽ തന്നെയാണ് എന്ന് കേരളം തിരിച്ചറിയാൻ പോവുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. 2 ആഴ്ച സാവകാശം തേടിയാണ് വീണ ഇമെയിൽ അയച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്നും കത്തിൽ വ്യക്തമാക്കി. എന്നാൽ ഇത്രയും സാവകാശം നൽകാതെ ബുധനാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും ഇഡി സമൻസ് അയക്കുന്നു. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി വൈദ്യപരിശോധനാ രേഖകൾ സഹിതം അവധി അപേക്ഷകൾ സമർപ്പിച്ചാൽ പരിഗണിക്കുന്നതാണ് രീതി. എന്നാൽ PMLA വകുപ്പ് 50 പ്രകാരം ലഭിച്ച സമൻസിൽ കക്ഷി നേരിട്ട് ഹാജരാകുമെന്നാണ് വ്യവസ്ഥ. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് വീണ്ടും അയച്ച സമൻസ് തിരസ്കരിക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പണത്തിന്റെയും അധികാരത്തിന്റെയും പാർട്ടി ആധിപത്യത്തിന്റെയും ഹുങ്കൊന്നും ഇഡിക്ക് മുന്നിൽ ഇനി ചിലവാകില്ല. അടിമ സഖാക്കളെ തെരുവിലിറക്കി പ്രതിരോധിക്കാമെന്നാണ് പിണറായിയുടെ തീരുമാനമെങ്കിൽ അതിന് വില പോവുകയുമില്ല. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് അയച്ചിരിക്കുന്നതും. CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരത് എസ് കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായിട്ട് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ശരൺ എസ് കർത്തയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി വിശദമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. CMRL നിന്ന് ലഭിച്ച 2.78 കോടി എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഈ തീരുമാനം. കൂടാതെ CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയാകും ചോദ്യം ചെയ്യുക. തിങ്കളാഴ്ച കരിമണൽ പ്രഭുക്കളെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടായാൽ വീണയ്ക്കും വിട്ടുവീഴ്ച ഉണ്ടാകില്ല. കേരളത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകൾക്കായിരിക്കും ബുധനാഴ്ച സാക്ഷ്യം വഹിക്കുക. മുൻ മുഖ്യമന്ത്രിയും നിലവിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ മകളും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായിട്ടുള്ള വീണ തൈക്കണ്ടി അറസ്റ്റിലായി ജയിലിൽ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയും ചെയ്യും. വീണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെയും വൈകാതെ ഇഡി ചോദ്യം ചെയ്യും. പിണറായി വിജയനും അഴിയണമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. കരിമണൽ കർത്തയുടെ മാസപ്പടി പിണറായി വിജയൻ ഉള്ളതായിരുന്നുവെന്നും വീണയുടെ അക്കൗണ്ടിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂവെന്നുള്ള വസ്തുത പുറത്തു വരുന്നതോടെ കേരളത്തിൽ CPM അവസാനിക്കും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ്. മകൾ അറസ്റ്റിലായാൽ അന്ന് തന്നെ പിണറായി വിജയന് രാജിവെക്കേണ്ടി വരും. പോളിറ്റ് ബ്യൂറോ അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്യും. പിണറായി പ്രതിപക്ഷ നേതാവാകുന്നതിൽ മുൻപ് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ ഏറെ പേർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. MA ബേബിക്ക് പിണറായിയെ ഭയമായതുകൊണ്ട് മാത്രമാണ് പിണറായിയെ തന്നെ മതിയെന്ന് പറയാൻ നിർബന്ധിതനായത്. യാതൊരു സേവനവും നൽകാതെയാണ് CMRL കമ്പനി വീണ തൈക്കുടിലിന്റെ എക്സാലോജി കമ്പനിക്ക് പണം നൽകിയത് എന്ന് വീണയ്ക്ക് സമ്മതിക്കേണ്ടി വരും. സേവനം നൽകാതെ പണം പറ്റിയെന്ന പരാതിയിൽ ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായിട്ടുള്ള A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അത് തള്ളിക്കളഞ്ഞത്. സുപ്രീം കോടതിയെ സമീപിക്കുവാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചുവെങ്കിലും കോടതി അനുവദിച്ചില്ല. ഇതോടെ വീണ അകത്താകുമെന്ന് വ്യക്തമാണ്. സേവനങ്ങൾ നൽകാതെയാണ് വീണ വിജയന്റെ കമ്പനി പണം വാങ്ങിയത് എന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുള്ള സാഹചര്യത്തിൽ ആ പണമിടപാടിനെ കുറിച്ചാണ് ഇഡി ഇനി ചോദിച്ചറിയുക. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമോ CBI അന്വേഷണമോ വന്നാൽ പിണറായി വിജയൻ പ്രതിയാകും. നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ ഇത്തരം കമ്പനികളുടെ പ്രതിഫലം പറ്റരുതെന്ന് CPM ചട്ടത്തിന് വിരുദ്ധമാണ് വീണയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വീണ പ്രതിഫലം പറ്റിയെങ്കിൽ അതിന് GST അടച്ചുവെന്ന പാർട്ടി സഖാക്കളുടെ നീതീകരണം ഇഡിക്ക് മുന്നിൽ വില പോകില്ല. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണ് എന്നും കേസ് വെളിച്ചത്ത് കൊണ്ടുവന്ന BJP നേതാവ് ഷോൺ ജോർജ് അടക്കം പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി മുമ്പോട്ട് പോകാൻ വീണയ്ക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഒളിവിൽ കഴിയാൻ ഇനി കഴിയില്ല. കൃത്യമായും നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയേ പറ്റൂ. ഇനി അടിമ സഖാക്കളെ കൊണ്ട് തെരുവിലിറക്കി ഒരിക്കൽ ഇവിടെ വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഈ ഇഡിയുടെ വണ്ടി തല്ലി തകർത്തും ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടം കൊയ്യാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ, അഥവാ പിണറായി വിജയൻ അത്തരത്തിലൊരു സ്വപ്ന ലോകത്താണെങ്കിൽ മടുത്തു സഖാവ്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളെ ഈ അടിമ സഖാക്കൾ നിങ്ങൾ വിളിച്ചാൽ പോലും വരില്ല, അവർ തെരുവിലിറങ്ങില്ല. വീണയ്ക്ക് വിലങ്ങ് വീഴാൻ
ഇനി മണിക്കൂറുകൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല.